ഒറ്റ സെക്കൻഡ് നമുക്ക് ആദ്യം ഇതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, പുറത്തറിയുന്നതല്ല ഇസ്രയേലിലെ സ്ഥിതി. ബങ്കറുകളിൽ പോലും മനുഷ്യർ മരിച്ചു വീഴുന്നുവെന്ന്. और ये कहने की बातें थी कि बंकर बहुत अच्छे होते हैं. 100 फीट गहरे बंकर में हमने देखा कि लोग मर गए वहां पे, और आपको कुछ नहीं बताया जा रहा असलियत क्या, क्योंकि हमें कुछ बताइए. देख सकते हैं दोस्तों, ये वो लम्हा है जब मुश्तबा खामेनी का नए सुप्रीम लीडर के तौर पर चुनाव होता है और दुनिया को संदेश देने के लिए. ഇസ്രായേലിനെ ഞെട്ടിച്ച ഇറാന്റെ ക്ലസ്റ്റർ ബോംബുകൾ. തെല്ലവീവിലെ ആക്രമണത്തിൽ 6 പേർക്ക് ഗുരുതര പരിക്ക്. ലെബനോനിലും ഇസ്രായേൽ സൈന്യം വൻ തിരിച്ചടി നേരിടുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഓക്കെ, നടുക്കുന്ന വാർത്തയാണ് വരുന്നത്. ഇസ്രായേലിൽ നമ്മുടെ ഇന്ത്യൻ പൗരന്മാർ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞങ്ങളുടെ ജീവനാപത്താണ്, ഏത് നിമിഷവും ഞങ്ങൾ മരണപ്പെടും, ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ എന്ന് നമ്മുടെ പൗരന്മാർ ഇസ്രായേലിൽ നിന്ന് പറയുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, മറ്റൊരു നടുക്കുന്ന വീഡിയോ കൂടി വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിനെ ഇറാന് ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യം, ഇറാന് മിസൈൽ അയക്കുന്നതിൻ്റെ ദൃശ്യം ഒരു വലിയൊരു ഹിന്ദി വ്ളോഗർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. അതായത് നിങ്ങൾ ഓരോരുത്തരും കാണണം, ഞങ്ങൾ പറയുന്നത് പച്ചക്കളവ് എന്നാണ് ചിലർ പറയുന്നത്, അതുകൊണ്ടാണ് തെളിവും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, ഇന്നലെ ഇറാനിലേക്ക് അമേരിക്ക ഒരു കത്തയക്കുകയാണ്. ഇറാനെ ഞങ്ങളുടെ മാപ്പാക്കണം, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റി അയാത്തുള്ള ഖമാനെ ഞങ്ങൾ വധിച്ചു, നിങ്ങൾ ഞങ്ങളോട് പൊറുക്കണം, യുദ്ധം എന്നേക്കുമായിട്ട് നമ്മൾ നിർത്താമെന്ന് അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് ഇറാനിലേക്ക് ഒരു കത്തയക്കുകയാണ്. ആ കത്തിൻ്റെ മറുപടി വരികയാണ്. ആ മറുപടിയിൽ എഴുതിയത്, മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറാം, ഞങ്ങൾക്ക് അതായത് ഒന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപ് നിന്റെ തല, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ തല, ഈ രണ്ടിൽ ഒരു തല കിട്ടിയാൽ ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറും, അല്ലാത്ത പക്ഷം ഒരിക്കലും ഞങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂല എന്ന് ഇറാനിൻ്റെ ഭീഷണിയാണ്. ഒരു കാര്യം കൂടി പറയുകയാണ്, അതായത് ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിനുള്ളിൽ, ഇന്നേക്ക് യുദ്ധം തുടങ്ങിയിട്ട് എത്ര ഒരാഴ്ച കഴിഞ്ഞല്ലോ, അതായത് 7-8 ദിവസമായി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കണ്ടിട്ട് ഒരു പത്രസമ്മേളനം ബെഞ്ചമിൻ നെതന്യാഹു വിളിച്ചിട്ട് 8-9 ദിവസമായി എന്തിനു വേണം, മൊബൈൽ ഫോൺ പോലും ബെഞ്ചമിൻ നെതന്യാഹു യൂസ് ചെയ്യുന്നില്ല പേടിച്ചിട്ട്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മൊബൈലിൽ ട്രാക്ക് ചെയ്യുമല്ലോ ഇറാന്, ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ബോംബ് പൊട്ടിക്കുമല്ലോ. അതുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു ആരോടും സംസാരിക്കുന്നില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിനെ അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അനുയായികൾ പറയുകയാണ്, ഇല്ല നെതന്യാഹു ഒന്ന് പുറത്തു വരും, വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല, പുറത്തു വരും. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പേടിച്ചിട്ട് പറയുകയാണ്, ഇല്ല ഞാൻ പുറത്തു വരില്ല, വന്നാൽ എൻ്റെ തല പോകുമെന്ന് നെതന്യാഹുവിന് അറിയും. അതായത് ഇറാന് രണ്ടും കൽപ്പിച്ചിട്ട് ഇറാനിൻ്റെ പുതിയൊരു പ്രധാനമന്ത്രി ഇറാൻ തിരഞ്ഞെടുക്കുകയാണ്. മുസ്തഫ അങ്ങനെ എന്തോ ആണ്, മുജിത്തബ കമാനി അങ്ങനെയാണ് അയാളുടെ പേര്. അയാൾ വന്ന ആ നിമിഷം മുതൽ ഇസ്രായേൽ കത്തിച്ചാമ്പലാവുന്നു എന്ന നടുക്കുന്ന വാർത്തയാണ് വരുന്നത്. നമുക്ക് ആദ്യം എന്തായാലും നമ്മുടെ ഇന്ത്യൻ പൗരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു എന്താണ് ഇസ്രായേലിലെ അവസ്ഥ, അത് നമുക്ക് കേട്ട് നോക്കാം. അതിനുശേഷം ഇറാന് ആക്രമിക്കുന്ന ഒരു ദൃശ്യം ഞാൻ വെച്ചു തരാം. ഓക്കെ, പുറത്തറിയുന്നതല്ല ഇസ്രയേലിലെ സ്ഥിതി. ബങ്കറുകളിൽ പോലും മനുഷ്യർ മരിച്ചു വീഴുന്നുവെന്ന വെളിപ്പെടുത്തലുമായി മാധ്യമപ്രവർത്തകൻ രംഗത്ത്. ഇസ്രയേലിലെ ഇന്ത്യക്കാരനായ മാധ്യമപ്രവർത്തകനാണ് യുദ്ധത്തിൽ നിന്നും രക്ഷപ്പെട്ട് ഇന്ത്യയിലെത്തിയുടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മാധ്യമപ്രവർത്തകൻ ബ്രജ്മോഹൻ സിംഗ് ആണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. മരണസംഖ്യയും നഷ്ടങ്ങളും ഇസ്രയേൽ സർക്കാർ മറച്ചുവെക്കുകയാണെന്ന് ബ്രജ്മോഹൻ പറയുന്നു. യുദ്ധ സാഹചര്യത്തിൽ ഇസ്രയേൽ സൈന്യത്തിന് വിരുദ്ധമായ വാർത്തകൾ പുറത്തുവിടുന്നത് അസാധ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇസ്രയേലിൽ മാധ്യമപ്രവർത്തകർക്ക് മൃതദേഹങ്ങൾ ചിത്രീകരിക്കാനോ ആശുപത്രികൾ സന്ദർശിക്കാനോ കൃത്യമായ മരണസംഖ്യ അറിയാനോ സാധിക്കില്ല. ഔദ്യോഗിക റിപ്പോർട്ടുകളേക്കാൾ വളരെ ഉയർന്ന നാശനഷ്ടങ്ങളാണ് പ്രദേശവാസികൾ വെളിപ്പെടുത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു സംഭവം നടക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ സ്ഥലം ഞങ്ങളെ അറിയിക്കാറില്ല. അടുത്ത ദിവസം ഞങ്ങൾ സംഭവസ്ഥലം സന്ദർശിക്കുമ്പോൾ ഒരാൾക്ക് മാത്രമേ ജീവഹാനി സംഭവിച്ചുള്ളൂ എന്നാണ് ഞങ്ങളോട് പറയുന്നത്. എന്നാൽ ഒരു പ്രദേശവാസി ഞങ്ങളോട് പറഞ്ഞത് അവിടെ 4 വീടുകളുണ്ടായിരുന്നു, എല്ലാവരും മരിച്ചു എന്നാണ്. ഇത് അവിടെ വലിയൊരു അപകടമാണ് നടന്നതെന്ന് വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രയേലിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ ഫേസ്ബുക്ക് വീഡിയോകൾ വ്യാജമാണെന്ന വസ്തുതയാണ് ഇവിടെ വ്യക്തമാകുന്നത്.
और जब बम फटता है ना तो वो देखता ही नहीं कि भारतीय है कि इजरायली है। सही बात और है। आपके बगल में ना गोलियों से तो आप बच जाएंगे, राइट लेफ्ट चोट लगेगी, मिसाइल से आप बचेंगे नहीं। और ये कहने की बातें थी कि बंकर बहुत अच्छे होते हैं, 100 फीट गहरे बंकर में हमने देखा कि लोग मर गए वहां पे, और आपको कुछ नहीं बताया जा रहा असलियत क्या, क्योंकि हमें कुछ बता, ये तो इंडियन मीडिया है, धन्यवाद देना चाहिए सरकार का। कितनी बेहतरीन सरकार है हमारी। वहां तो सरकार आपको कुछ बता नहीं रही, आप वहां विजुअल्स नहीं ले सकते लाशों के, अस्पताल आप नहीं जा सकते हैं। और जब घटना होती तो हमें मालूम ही नहीं कि जगह कौन सी, जैसे आपको हमें मालूम है कि अभी गौर सिटी में जाना है, वहां पे किस जगह जाना है, घटना ये हमें मालूम ही नहीं, क्योंकि कौन बताने वाला हमें। और जब हम अगले दिन सुबह पहुंच रहे हैं, और सारे और भी पत्रकार, सिर्फ सादरा नहीं और भी जितने पत्रकार, बोला जा रहा है कि ओनली वन कैजुअलिटी, 1% डाइड। लेकिन वहां पे जो लोकल जो इजरायलियन जो कि यहाँ पे हिमाचल वचल आते हैं फूकने के लिए, उन्होंने बताया देयर वर 4 हाउसेज, नोबडी इज अलाइव। इससे पता लगता है कि बड़ी वहां घटना हुई। और मैं आपको सच बताऊं कि वहां का टेक्नोलॉजी जो कहने की बात है ना, अलार्म बजता था हम लोग को, एक दिन सुबह 5 बजे की बात मैं आपको बताऊं कि अलार्म बजा ही नहीं, बस धुड़ुम धुड़ुम की आवाजें आ रही थी, पता लगा कि बिना अलार्म की चीजें आ गई। तो टेक्नोलॉजी फेल है। और जब वो आपके ഓക്കെ, ഒരു കാര്യം പറയുകയാണ്, ഇതിന്റെ കമന്റ് ബോക്സ് കണ്ടിട്ട് ഞാൻ ഞെട്ടുകയാണ്. ഇദ്ദേഹത്തിന് തെറി വിളിക്കുകയാണ്. പാവം ഈ മനുഷ്യന് ഇസ്രായേൽ അനുഭവിച്ച കാര്യങ്ങളാണ് പറയുന്നത്. കൺമുമ്പിൽ മരണങ്ങളാണ്, ബങ്കറിനുള്ളിലടക്കം ശ്വാസം കിട്ടാതെ മരിക്കുന്നുണ്ട്. അത്രയും പേര് ഇസ്രായേലിൽ, അതായത് പേടിച്ച് വിറച്ചുകൊണ്ട് ഞങ്ങൾ ഏത് നിമിഷവും കൊല്ലപ്പെടുമെന്ന് പേടിയിൽ ബങ്കറിനുള്ളിൽ ഓടുകയാണ്. ഒരു പ്രാവശ്യം ഓടുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഇത്രയും ചെറിയൊരു മുറിക്കകത്ത് ബങ്കറിനുള്ളിൽ കൂടുമ്പോൾ അതിൻ്റെ അകത്തും മരിക്കുകയാണെന്ന് ഇദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്തക്കും തള്ളക്കും ചേർന്ന് വിളിക്കുകയാണ്. എന്തിന് പറയുന്നു ഇസ്രായേലിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന്? പാവം ആ മനുഷ്യന് അനുഭവിച്ച കാര്യമാണ് പറയുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അതായത് അവിടുത്തെ മാധ്യമങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, 1000 പേർ മരിച്ചു വീഴുന്നുണ്ടെങ്കിൽ 1 പേർ മരിച്ചു എന്ന് പറഞ്ഞാൽ മതി. 100 കെട്ടിടങ്ങൾ തകർക്കുന്നു എന്നറിഞ്ഞാൽ 1 കെട്ടിടം തകർന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. നേരെ അമേരിക്കയുടെ സ്ഥിതിയും ഇത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ യുദ്ധം നിൽക്കണമെങ്കിൽ ഒരു തല അത്യാവശ്യമാണ്. ഒരു തല പോകണമെന്നാണ്. അതായത് ഒന്നെങ്കിൽ നെതന്യാഹുവിൻ്റെ തലയും അല്ലെങ്കിൽ പ്രസിഡന്റ് മറ്റേ ഡൊണാൾഡ് ട്രംപിൻ്റെ തല, ഇതിൽ ആരുടെ തല പോകേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് യുദ്ധം ലോകത്തിന് തന്നെ ആപത്താണ്. നോക്കൂ നിങ്ങൾ, ഇസ്രായേൽ, ഒരു ചെറിയൊരു കാര്യം പറയാം, ഇസ്രായേലിലേക്ക് ഇറാന് ഒരു മിസൈൽ അയക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലിനോട് ഇറാന് പറയുന്നു ഇന്ന ദിവസം ഞങ്ങൾ ഈ മിസൈൽ അയക്കും, കുട്ടികളുണ്ടെങ്കിൽ ഒന്നും മാറ്റണേ എന്ന്. ഇസ്രായേൽ അങ്ങനെയല്ല. ഇസ്രായേലിൻ്റെ അതായത് ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ പൗരന്മാരോടും ഇസ്രായേലിൻ്റെ പട്ടാളങ്ങളോടും പറയുകയാണ്, ഇന്ന് ആക്രമിക്കുന്നുണ്ടെങ്കിൽ സ്കൂൾ എവിടെയാണ്, ഹോസ്പിറ്റൽ എവിടെയാണ്, അവിടേക്ക് നിങ്ങൾ ആക്രമിക്കൂ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയുകയാണ്. ഓക്കെ, നമുക്ക് ഇസ്രായേലിനെ തകർക്കുന്ന ആ ഒരു ദൃശ്യം കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ചാനൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇസ്രായേലിനെ ആക്രമിക്കുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, शुरुआत करना चाहेंगे उस मंजर के साथ जब ईरान के नए सुप्रीम लीडर मुश्तबा खामेनी का चुनाव होता है और ईरान दागता है एक मिसाइल। आप देख सकते हैं दोस्तों, ये वो लम्हा है जब मुश्तबा खामेनी का नए सुप्रीम लीडर के तौर पर चुनाव होता है और दुनिया को संदेश देने के लिए ईरान एक मिसाइल लॉन्च करता है। मैं चाहूंगा आप इस वीडियो को देखें और बाद में जाकर मैं आपको बतलाने वाला हूं कि इस्राएल की सड़कों पर किस कदर तबाही मचा रहा है ईरान। मगर सबसे पहले वो मंजर जब वो मिसाइल लॉन्च की गई और धार्मिक नारे लगाए गए, देखा जाए। दोस्तों, इससे पहले कि मैं आपको बतलाऊं कि इस्राएल की सड़कों पर क्या तबाही मच रही है, इससे पहले कि मैं आपको बताऊं कि ऑक्यूपाइड टेरिटरी जहां पैलेस्टाइन में इस्राएली फोर्सेस हैं, वहां पर ईरान की मिसाइलें किस तरह की तबाही मचा रही हैं, मैं एक बार फिर आपको बता दूं दोस्तों, यह युद्ध है। और इस युद्ध के अंदर AI जेनरेटेड कई वीडियोस जो हैं उनका प्रचार प्रसार हो रहा है। सबसे शॉकिंग बात, जो न्यूज एजेंसीज हैं जो जमीन पर हैं वो फेक न्यूज दिखा रही हैं। लिहाजा आप समझिए दोस्तों, मेरी जिम्मेदारी कितनी ज्यादा बढ़ सकती है, क्योंकि अब तक मैंने आप तक जितने भी कार्यक्रम पहुंचाए हैं वो सारी जानकारियां कंफर्म्ड हैं, पुख्ता हैं। आप तक फेक न्यूज मैं नहीं पहुंचाने वाला हूं, यह मैं पुरजोर कोशिश कर रहा हूं।
मगर आपको समझना पड़ेगा दोस्तों, मैं जमीन पर हूं नहीं और हो भी नहीं सकता, लिहाजा मैं पूरी तरह से आश्रित हूं जमीन पर मौजूद न्यूज एजेंसीज पर। मगर शॉकिंग बात, कई न्यूज एजेंसीज इस वक्त फेक न्यूज और फेक वीडियोस और पुराने वीडियोस चला रहे हैं, तबाही के, बर्बादी के, युद्ध के। लिहाजा मुझे फूंक फूंक कर कदम रखना है और आप तक जो जानकारी लानी है पूरे कॉन्फर्मेशन के साथ। मगर सबसे पहले दोस्तों इस खबर पर निगाह डालिए। ईरान का दावा कि उसने अमेरिका की 4 थार्ड मिसाइल्स को बर्बाद कर दिया है। यह खबर और उसकी पुष्टि न सिर्फ ईरानी एजेंसीज कर रही हैं, बल्कि कई वेस्टर्न एजेंसीज भी इस बात की पुष्टि कर रही हैं कि 4 थार्ड मिसाइल्स को बर्बाद कर दिया गया है। അതായത് പറയുന്നത് ഇസ്രായേലിനെ ബർബാദാക്കി എന്നാണ്. അതായത് നിരവധി നിമിഷങ്ങൾക്കുള്ളിൽ നിരവധി മിസൈൽ അയക്കുന്നുണ്ട്, ഇസ്രായേൽ കരയുകയാണ്, ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കുകയാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത വാർത്തയിലേക്കും കൂടി ഒന്ന് കടന്നു പോവാം. മലയാളത്തിൽ, ഇതിപ്പോൾ ഹിന്ദിയല്ലോ, അപ്പോൾ മലയാളത്തിൽ എന്താണ് ഇസ്രായേലിൽ ഏകദേശം സംഭവിക്കുന്നത്? മീഡിയ വൺ പറയുന്നുണ്ട് ഒരു കാര്യം, മീഡിയ വൺ ഒരാൾ മരിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളൊരു 700 അങ്ങനെ കണക്കായോ, 10,000 പേർ മരിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേൽ പറയുന്നത് 10 പേരെന്നാണ്. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കുന്ന രീതിക്ക് മനസ്സിലാക്കണം. നമുക്ക് എന്തായാലും ആ ഒരു വാർത്തയുടെ ക്ലിപ്പും കൂടി ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. ഇസ്രായേലിനെ ഞെട്ടിച്ച ഇറാന്റെ ക്ലസ്റ്റർ ബോംബുകൾ. തെല്ലവീവിലെ ആക്രമണത്തിൽ 6 പേർക്ക് ഗുരുതര പരിക്ക്. ലെബനോനിലും ഇസ്രായേൽ സൈന്യം വൻ തിരിച്ചടി നേരിടുന്നു. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ 2 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. സൈന്യത്തിന്റെ ടാങ്കിനും ബുൾഡോസറിനും നേരെയാണ് മോർട്ടാർ ആക്രമണം നടന്നത്. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അഫ്താബ്, ആഞ്ഞടിക്കുകയാണ് ഇറാൻ. ഇസ്രായേൽ വ്യാപക നഷ്ടമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം സൈനികർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഇസ്രായേൽ? എന്താണ് സാഹചര്യം? ജീന, ഇന്നിപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നും കനത്ത ആക്രമണമാണ് തെൽ അവീവിലേക്കും ഇസ്രായേലിന്റെ ഇതര ഭാഗങ്ങളിലേക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഇറാന്റെ വിവിധ മിലിറ്ററി സൈറ്റുകൾ, ഒപ്പം തന്നെ അവരുടെ ഡ്രോൺ കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ മിസൈൽ ലോഞ്ചിങ് സൈറ്റുകളെല്ലാം തന്നെ തകർത്തു എന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല 80% അത് നശിപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് വൻതോതിലുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് നടക്കുന്നത്. അതിൽ തന്നെ ക്ലസ്റ്റർ ബോംബുകൾ ഘടിപ്പിച്ച മിസൈലുകൾ ഇറാൻ ഈ യുദ്ധത്തിൽ ആദ്യമായി ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇതിൽ 7 മിസൈലുകളാണ് ഇന്നിപ്പോൾ ഇസ്രായേലിലേക്ക് എത്തിയത്. ഇതിൽ ഭൂരിഭാഗവും തകർത്തു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എങ്കിൽ പോലും ചിലത് നേരിട്ട് നിലത്ത് പതിക്കുകയും വൻ സ്ഫോടനം ഉണ്ടാവുകയും സംഭവ സ്ഥലത്ത് വെച്ച് 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളത് ഇസ്രായേൽ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലെബനോനിലെ ഹിസ്ബുള്ളയും യുദ്ധമുഖത്താണ്. ഹിസ്ബുള്ള ഇറങ്ങിയതോടെ ഇസ്രായേൽ കരയുദ്ധത്തിന് വേണ്ടി ലെബനോനിലേക്ക് പ്രവേശിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ മുതൽ നടന്ന ഏറ്റുമുട്ടലിൽ ഹിസ്ബുള്ളയുടെ തിരിച്ചടിയിൽ 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടതായി IDF ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്ന് ബുൾഡോസറിൽ ഉണ്ടായിരുന്ന സൈനികരും മറ്റൊന്ന് ഇവിടെയുള്ള ചെക്ക് പോസ്റ്റിൽ ഉണ്ടായിരുന്ന സൈനികരുമായിരുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നത്. എന്ന് വെച്ചാൽ വൻതോതിലുള്ള ആക്രമണവും ഒപ്പം തന്നെ തിരിച്ചടിയും ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമ്മൾ എന്തൊരു ഭാഗ്യവാന്മാരല്ലേ. എന്തിനിങ്ങനെ പറഞ്ഞു? ഇസ്രായേലിൽ നടക്കുന്ന ഈ വാർത്ത എനിക്കും നിങ്ങൾക്കും അറിയുന്നു, പക്ഷേ അവിടുത്തെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിന് അറിയുന്നില്ല. എന്തോ അറിയുന്നില്ല പറയാത്ത. അതായത് എന്തോ എപ്പോ ഇറാൻ ഇല്ലാതായി അന്ന് എന്നെ അറിയിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് ഈ ബെഞ്ചമിൻ നെതന്യാഹു. ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമാവുന്നുണ്ട് ഇസ്രായേലിൽ. അതൊന്നും ഈ പ്രധാനമന്ത്രിക്ക് അറിയുന്നില്ല. അറിയിക്കാൻ ആരെങ്കിലും ഒന്ന് പോവുകയാണെങ്കിൽ ഗിടുകിടാ പിറക്കുകയാണ് അവന്. വരല്ലേ, എൻ്റെ അടുത്ത് വരല്ലേ, കൊല്ലാനാണോ? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ജീവിച്ചോളാം. ഭക്ഷണം ആരോ ദൂരത്ത് നിന്ന് വെക്കുന്നു എന്നാണ് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇത്രയും പേടിയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവൻ യുദ്ധം തുടങ്ങിയത്? വളരെ വളരെ മോശം. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ട്, ഇസ്രായേലിലെ പൗരത്യായ ഒരു സ്ത്രീ പറയുകയാണ്, ആരെങ്കിലും നെതന്യാഹുവിനെ ഒന്ന് കല്ലെറിഞ്ഞ് കൊല്ലണേ, ഈ യുദ്ധത്തിൽ എങ്ങനെയെങ്കിലും നെതന്യാഹു ഒന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു ആ സ്ത്രീ പറയുകയാണ്. അപ്പോൾ ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, എന്തിനാണ്, നിങ്ങളുടെ പ്രധാനമന്ത്രിയല്ലേ, നിങ്ങളുടെ പ്രധാനമന്ത്രിയെ എന്തിനാണ് കല്ലെറിഞ്ഞ് കൊല്ലാനും യുദ്ധത്തിൽ നിന്ന് അദ്ദേഹം മരിക്കാനും നിങ്ങൾ പറയുന്നു എന്ന് പറയുകയാണ്, ഞങ്ങൾ അതായത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് അധികാരം കയറി അന്ന് മുതൽ ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല എന്ന് പറയുകയാണ്. യുദ്ധമാണ്, എല്ലാ ദിവസവും ബംഗാളിനുള്ളിലേക്ക് ഓടണം, ഇവൻ്റെ ഒരു വൃത്തികെട്ട ഭരണം കാരണം ഇവനൊന്നും പറയും. അതായത് ഒരു സൈക്കോപാത്താണ് ഈ പറയുന്ന ബെഞ്ചമിൻ നെതന്യാഹു.
കുട്ടികളുടെ ചോര ഇവന് കാണണം, കുട്ടികൾ കൊല്ലപ്പെടുന്നത് ഇവന് കാണണം. അതാണ് ഇവനൊരു ആസ്വാദനം. അതായത് ഇസ്രയേലികൾ, നല്ലവരായ ഇസ്രയേലികളോട് ഒരു കാര്യം പറയുകയാണ്, ഇവനൊക്കെ നിങ്ങൾ കെട്ടിയിട്ട് കല്ലെറിഞ്ഞ് കൊല്ലണം. നമ്മുടെ നാട്ടിലും കേരളത്തിലാണെങ്കിൽ ഉറപ്പാണ്. ഇപ്പൊ പുതിയ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പൊ പിണറായി വിജയൻ നാളുകളിൽ എന്തെങ്കിലും ഒരു വൃത്തികേട് ചെയ്യുന്നു, പിഞ്ചോമന കുട്ടികളെ കൊല്ലുന്നു. തമിഴ്നാട്ടിന്റെ പിഞ്ചോമന കുട്ടികൾ എക്സാമ്പിൾ ആയിട്ട് കണക്കാക്കിയാൽ മതിയൊക്കെ. തമിഴ്നാട്ടിന്റെ പിഞ്ചോമന കുട്ടികളെ കൊല്ലു പിണറായി പറയുന്നു എന്നൊരു എക്സാമ്പിൾ. നമ്മൾ എന്ത് ചെയ്യും? 2 ദിവസം നോക്കും, 3 ദിവസം ചർച്ച ചെയ്യും, 4ാമത്തെ ദിവസം പിണറായി കെട്ടിയിട്ട് നമ്മൾ കല്ലെറിയൂലേ? അങ്ങനെ മലയാളികളാണെങ്കിൽ അങ്ങനെയാണ് ഇസ്രായേലിനോടും പറയാനുള്ളത്. അത്ര തന്നെയാണ്. അവനൊക്കെ നിങ്ങൾ തന്നെ തീർക്കണം, എന്നെങ്കിൽ ലോകത്ത് സമാധാനം ഉണ്ടാവും. മറ്റേ പൊട്ടൻവനെ ട്രംപ്, ഡൊണാൾഡ് ട്രംപ്, അവന് ബുദ്ധി എന്ന് പറയുന്നവർ പറഞ്ഞാൽ കൂടി പോകും. ഓക്കെ, അപ്പോൾ യുദ്ധം എത്രയും പെട്ടെന്ന് നിൽക്കട്ടെ. നിലവിൽ വരുന്ന വാർത്ത എന്ന് പറയുന്നത് വീണ്ടും മരണങ്ങൾ തുരുമഴയാണ് ഇസ്രായേലിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, ഇസ്രായേലിലും പിഞ്ചോമന കുട്ടികൾ മരിക്കരുത്, ഇറാനിലും മരിക്കരുത്, ലോകത്തിന് തന്നെ ആപത്താണ് ഈ പറഞ്ഞ യുദ്ധം. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.